കോഴിക്കോട് നാദാപുരത്ത് കാറിൽ പടക്കം പൊട്ടിയത് ഗുണ്ടുപടക്കങ്ങൾ പൊട്ടിത്തെറിച്ചെന്ന് ഫോറൻസിക് വിദഗ്ധർ. സ്ഫോടനം നടന്ന കാറിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. കൂടുതൽ വിവരങ്ങൾ അഖില CP നൽകും. അഖില, ഗുഡ് മോർണിംഗ്. പടക്കങ്ങൾ വാഹനത്തിൽ സൂക്ഷിക്കുകയും വാഹനത്തിൽ ഇരുന്നു കൊണ്ട് പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. ഇപ്പോഴിതാ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത്യുഗ്ര സ്ഫോടനം നടത്തുന്ന പടക്കങ്ങളാണിവ. അതാണല്ലോ പോലീസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അഖില? മോത്തി, ഗുഡ് മോർണിംഗ്. മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ കാറിനുള്ളിലിരുന്ന് പടക്കം പൊട്ടിച്ച് പുറത്തേക്ക് എറിയാനായിരുന്നു ഈ സംഘത്തിൻ്റെ 5 അംഗത്തിൻ്റെ ശ്രമം. ആ ശ്രമം നടക്കുന്നതിനിടെ തന്നെയാണ് തീപ്പൊരി കാറിനുള്ളിലെ പടക്കശേഖരത്തിലേക്ക് തന്നെ വീണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അവർക്കെതിരെ കേസെടുത്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ടും പറയുന്നത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ പടക്കം പൊട്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളൊക്കെ പുരോഗമിക്കുകയായിരുന്നു. ആ പരിശോധനയ്ക്കിടയിലാണ് ഇന്ന് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് മാരകമായ ഗുണ്ട് പടക്കങ്ങളാണ് അതെന്ന് മനസ്സിലാക്കിയത്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവശിഷ്ടങ്ങളെല്ലാം കണ്ടെത്തിയിരുന്നു. അപ്പോൾ സംഘത്തിലെ 3 പേർക്കാണ് പ്രധാനമായും പരിക്കേൽക്കുന്നത്, ഗുരുതരമായും പരിക്കേൽക്കുന്നത്. ഒരാളെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചെങ്കിലും പിന്നീട് കോയമ്പത്തൂരിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായി. മാത്രമല്ല ബാക്കി 2 പേരെ ഇപ്പോഴും 2 പേർക്കെതിരെ ഇപ്പോഴും പോലീസ് അന്വേഷണം തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാറിനുള്ളിൽ വൻ പടക്കശേഖരം ഉണ്ട് എന്നാണ് പോലീസ് ആദ്യം മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അത് കാറിൽ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. കാറ് പടക്കം പൊട്ടുന്ന സമയത്ത് നിർത്തിയിട്ടിരുന്ന സ്ഥലത്തല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ ശ്രമം. എന്തായാലും ഇപ്പോൾ ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മോത്തി.